നല്ല മഴക്കാലം തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ വിശപ്പും തുടങ്ങുമെന്ന് പറയുന്നത് സത്യമാണല്ലേ. ഞാനില്ലേ പിള്ളേരൊപ്പം ഇങ്ങനെ മഴയും ആസ്വദിച്ചിരിക്കലേനെ. പിള്ളേരെന്ന് പറയുമ്പോൾ ഒരാൾ അധികം ഉണ്ട്, അത് പെങ്ങളെ മോനാണ് കേട്ടോ. നല്ല വിശപ്പ് തുടങ്ങിയത് അന്നേരം തന്നെ ശ്രീകുട്ടനെയും കൂട്ടിയിട്ട് വേങ്ങാട് തെരുവിന് പോയിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് നല്ലൊരു ചായയും വെച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചതിന് ശേഷം പാറു പറഞ്ഞ് നമുക്കൊന്ന് നടന്നിട്ടെല്ലാം വരാൻ. നമ്മുടെ വീടിൻ്റെ കുറച്ച് താഴെയായിട്ടൊരു ചെറിയ തോടെല്ലാം ഉണ്ടേ. പിന്നെ നമ്മുടെ കോയിലോട് ഭാഗത്തെ എല്ലാ വീട്ടിൻ്റെ കിളയായിരിക്കും ഇതേപോലെ പൈനാപ്പിൾ ഉണ്ടാവും കേട്ടോ. ഞാൻ തലേ ദിവസം നോക്കുമ്പോൾ അതിന് ഒരു കേടുപാടും ഉണ്ടായിട്ടില്ലേ. ഇന്നാണെങ്കിൽ അത് കിളിയും കൊത്തി. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ മഞ്ചാടി പൊറുക്കി നടക്കാറില്ലേ, പാറു പൊറുക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ഓർമ്മ വന്നേട്ടാ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് ചെറിയ തോട്. ഇപ്പം മഴയെല്ലാം തുടങ്ങിയോണ്ടാണ് ഇങ്ങനെ ഒഴുക്കും കലങ്ങിയ വെള്ളമെല്ലാം. ഇത് ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഇങ്ങനെ അലക്കുന്നൊരു കല്ലാന്നേ. ഇതിൻ്റെ അപ്പുറത്തൊരു തോടും ഉണ്ട്. ആ തോടിൽ ഞാൻ അമ്മേൻ്റെ കൂടെ ഒരിക്കൽ അലക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലൂടെ നടന്നൊരു കണ്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ചാണെങ്കിൽ വെണ്ടയ്ക്കാണ്. വേറെ എല്ലാ കൃഷിയും കഴിഞ്ഞ് അമ്മ വെള്ളരിക്കെല്ലാം നട്ടിട്ടുണ്ടേനും വീട്ടിലേക്ക് എടുക്കാൻ 3-4 വെള്ളരിയെല്ലാം തന്നിട്ടുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, ഈ വെണ്ടയ്ക്കയില്ലേ അധികം മൂത്തെന്ന് വെച്ചാൽ നിറച്ച് കായുണ്ട്, ആരും പറിക്കാണ്ട് വെച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ ഞാൻ പറിക്കില്ല, എനിക്ക് എന്നെ ഈ നാട്ടിലേക്ക് വരണ്ടേ അല്ലേ. ഒരെണ്ണം പറിച്ച് തിന്നണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വേണ്ട. തിരിച്ചു വരുമ്പോൾ നല്ലൊരു പഴുത്ത പൈനാപ്പിൾ കണ്ടേട്ടാ. അതവിടെ വെച്ച് വരാൻ എന്തോ മനസ്സ് സമ്മതിച്ചില്ല. വെറുതെ എന്തിനാ കിളിക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അതും പറിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നേ.